ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴയുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. പതിർമാറ്റി വിളവേൽക്കാൻ യജമാനെത്തുമ്പോൾ കതിർ കൂട്ടി വിധിയോളും നേരം, അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നിടും ദൈവം. അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ഗ്രീറ്റിംഗ്സ് ഇൻ ദ ഹോളി നെയിം ഓഫ് ദ ട്രയൂൺ ഗോഡ്. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. കർത്താവ് പറഞ്ഞ വചനത്തെ ഓർത്തുകൊള്ളുവീൻ. ഇന്ന് നമുക്ക് ചില വ്യക്തികളെ, ചില ജീവിതങ്ങളെ നാം ഓർക്കണം എന്നുള്ളത് ചിന്തിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നിരാശ, ഭാരം, രോഗം, ഞെരുക്കം ഒക്കെ വരുമ്പോൾ യേശുവിനെ ഓർക്കുക. മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി ജീവിച്ച്, മനുഷ്യനായി മരിച്ച്, നമ്മുടെ വ്യഥകൾ അറിഞ്ഞുകൊണ്ട് അവന് വ്യഥകൾ സഹിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ലംഘനങ്ങൾക്കായി അവൻ ക്രൂശിക്കപ്പെട്ടു. കർത്താവിൻ്റെ ജനനം മുതൽ നോക്കിയാൽ സ്വർഗീയമായ മഹിമകൾ വെടിഞ്ഞ് താണ ലോകത്തിൽ വന്ന് മനുഷ്യനായി ജനനമെടുത്തു. സൂപ്പർ നാച്ചുറൽ കൺസെപ്ഷൻ ആൻഡ് ബർത്ത്. സെൻസസിന് വേണ്ടി ബേത്ലഹേമിലേക്ക് പോയ ജോസഫിനും പൂർണ്ണ ഗർഭിണിയായ മറിയയ്ക്കും ഒരു സത്രത്തിലും ഇടം കിട്ടിയില്ല. അതെ, തൻ്റെ പ്രസവ സമയമായപ്പോഴേ മറിയയുടെ പ്രസവം ആയി തൻ്റെ കുഞ്ഞിനെ സത്രത്തിലിടം കിട്ടാഞ്ഞതുകൊണ്ട് ശീലകൾ ചുറ്റി കാലിത്തൊഴുത്തിൽ കിടത്തി. എങ്കിലും
ദൂതന്മാർ പറഞ്ഞ വർത്തമാനം അത് ഇടയന്മാർ വന്ന് അറിയിച്ചപ്പോഴേ മറിയ സന്തോഷിച്ചു. കാരണം സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമാണ് ദൂതൻ ഇടയന്മാരോട് അറിയിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിലെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവുമെന്ന് ദൂതന്മാർ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിലെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവുമെന്ന് ആദ്യത്തെ കരോള് ദൂതന്മാരാണ് പാടിയത്. കിഴക്ക് രാജനക്ഷത്രം കണ്ട വിദ്വാൻമാർ ഹെരോദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് യഹൂദന്മാരുടെ രാജാവായി പിറന്ന രാജകുമാരൻ എവിടെയെന്ന് അന്വേഷിച്ചു. രാജാവും യെരുശലേമൊക്കെയും അതുങ്കലെ ഭ്രമിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അതെ, രാജാവ് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിക്ക്, ഞാനും ചെന്ന് നമസ്കരിക്കേണ്ടതിന് പൂർണ്ണ വിവരങ്ങൾ അറിയിപ്പാൻ. എന്നാൽ ദൈവത്തിൻ്റെ നടത്തിപ്പനുസരിച്ച് അവരെ വീണ്ടും ആ നക്ഷത്രം കണ്ടു. നക്ഷത്രത്തെ പിന്തുടർന്ന് ജോസഫും മറിയയും യേശുകുഞ്ഞും ഉണ്ടായിരുന്ന ആ ഭവനത്തിൻ്റെ മുകൾ വരെയും ആ നക്ഷത്രം ചെന്നു. അവരെ ഭവനത്തിൽ വന്ന് യേശുവിനെ കണ്ടു. അവർ വീണ് നമസ്കരിച്ചു, കാഴ്ചകൾ അർപ്പിച്ചു, അവരെ തന്നെ സമർപ്പിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് യഹോവയായ ദൈവം അവിടെ ജോസഫിനും മറിയയ്ക്കും പറയുന്നത്, ക്രൂരനായ ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് മറിയയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകാനാണ് പറയുന്നത്. ഓടിപ്പോയി ഞാൻ പറയുന്നിടം വരെ അവിടെ പാർക്കുക എന്ന് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. സ്നേഹത്തിൻ്റെ പാരമ്യമായി, പര്യായമായി, ത്യാഗത്തിൻ്റെ മൂർത്തിയായി യേശു ജീവിച്ചു. 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടു, ബലഹീനരെയും ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു, മനസ്സാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും നയിച്ചു എന്ന് നാം കാണുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാലെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആ മഹാപുരോഹിതനെ നമ്മുടെ ബലഹീനതകളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2:24 നാം വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വ്യാധികളെ ചുമന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ കർത്താവ് തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകും, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഉറപ്പിക്കാൻ യേശു മരിച്ചു, അടക്കപ്പെട്ടു. 3 ദിവസം ഭൂമിയുടെ അടിയിലായിരുന്നു. ശിഷ്യന്മാർ കരഞ്ഞു, വിലപിച്ചു. നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു, വേദനയുടെ നിമിഷങ്ങളായിരുന്നു. എന്നാൽ റോമാ പട്ടാളത്തിൻ്റെ കാവലുകളെ ലജ്ജിപ്പാൻ അവന് ഉയർത്തെഴുന്നേറ്റു. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചു ജയാളിയായി ഉയർത്തെഴുന്നേറ്റു. അതെ, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ.
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അതെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതെ എല്ലാ നാമത്തിലും മേലായ നാമം പിതാവ് കൊടുത്ത ആ യേശുവിനെ ഓർത്തുകൊള്ളുവാന് നാമ യേശുവിനെ റിമംബർ ദി ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കുവാന് നമ്മളെ വചനം ത്വരിതപ്പെടുത്തുക. രണ്ടാമതായി, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്നു, യഹോവ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനെ പ്രത്യക്ഷനായി. ഐസക്കിന്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിയുടെ ജനനത്തെക്കുറിച്ച് ഒരു കൺഫർമേഷനൊക്കെ അവിടെ അബ്രഹാമിനും സാറായിക്കും കൊടുത്ത ശേഷം സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം സൊദോം ഗൊമോറയിലെ ജനങ്ങൾക്കായിട്ട് ദൈവത്തോട് പ്ലീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവസാനം 10 നീതിമാന്മാർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കയില്ലെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിന്റെ ദൂതൻ സോതോമിൽ ചെന്നപ്പോഴ് നമ്മൾ കാണുന്നത്, ലോത്ത് അവരെ സ്വീകരിച്ചു, നിർബന്ധിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവരെ സൽക്കരിച്ചു. അവർ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ ആ പട്ടണവാസികൾ വന്ന് വീട് വളഞ്ഞു. സോതോമിന്റെ പാപത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ പറയുകയാണ്, നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് പുറത്തു കൊണ്ടുവാ. അതെ, ലോത്തിനോട് അവർ കർക്കശമായി സംസാരിച്ചു. നമ്മളവിടെ കാണുന്നുണ്ട്, ദൈവദൂതന്മാരെ കൈ വെളിയിലോട്ടിട്ട് ലോത്തിനെ അകത്താക്കി ആ മനുഷ്യർ അന്ധത പിടിച്ച് പോകുന്നതായിട്ട്. അതെ, സോതോമിന്റെ പാപം അത്രയും വലിയതായിരുന്നുവെന്ന്, അത്ര അതികഠിനമായിരുന്നു സോതോമിന്റെ പാപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, സോതോം ഗൊമോറയെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ എത്തിയിരിക്കാലെ ഇതിനെ നശിപ്പിക്കാൻ അയച്ചതാണ് ഞങ്ങളെ. നിനക്കിവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പട്ടണം വിട്ട് പർവ്വതത്തിലേക്ക് അവരെയും കൂട്ടി ഓടിക്കൊള്ളുവാന് പറയുക. നമ്മളവിടെ കാണുന്നുണ്ട്, ലോത്തിന്റെ മക്കൾക്ക് വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്ന ആ ആൺകുട്ടികളോട് പോയി പറയുന്നതും അവരാരും അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വാസ്തവമായിട്ടും ദൈവത്തെ അറിയുന്നവരല്ലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഉഷസ്സായപ്പോൾ നമ്മൾ കാണുന്ന ആ ദൂതന്മാർ ലോത്തിനോട് പറയുകയാണ്, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ ഈ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവയ്ക്ക് അവനോട് കരുണ തോന്നിയത് കൊണ്ട്, അല്ലെ യഹോവ അവനോട് കരുണ ചെയ്തതുകൊണ്ട് ആ പുരുഷന്മാർ അവനെയും അവൻ്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി. അവരോട് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക്കൊള്ളൂ, ജീവരക്ഷയ്ക്കായി ഓടിക്കോളൂ, പക്ഷേ പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. അതെ, പർവ്വതത്തിലേക്ക് ഓടിപ്പറ്റാൻ തനിക്ക് പ്രാപ്തിയില്ല എന്ന് ലോത്ത് പറഞ്ഞപ്പോഴേ ഇത് അടുത്തുള്ള ഈ ചെറിയ പട്ടണത്തിലേക്ക്, അത് സോവറിലേക്ക് ഞാൻ ഓടിപ്പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതും യഹോവ സമ്മതിച്ചു. ലോത്ത് സോവറിലേക്ക് അവിടെ എത്തിയപ്പോഴേ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സൊദോം ഗൊമോറയുടെ മേലെ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചു ആ ദേശത്തെ ഉന്മൂലനാശം വരുത്തി. ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിൻപിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. വാസ്തവമായിട്ട് നമ്മൾ ഓർത്താലേ, നീരോട്ടമുള്ള നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലം തിരഞ്ഞെടുത്ത് വലിയ ധനമൊക്കെ ഉണ്ടാക്കി അനേകം ആടുമാളുകളും മൃഗസമ്പത്തും മറ്റു പല കാര്യങ്ങളും വീടും എല്ലാം ലോത്തിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കയ്യിൽ കൊണ്ടുപോകാൻ അവരോട് രാവിലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ഒരു ബാഗിലെടുക്കാവുന്ന കാര്യങ്ങൾ കയ്യിലെടുത്തിട്ട് അവർ 4 പേരും എടുത്ത് കാണും. നമുക്കതൊക്കെ ഉദ്ദേശിക്കാം. അത്യാവശ്യം ചില വസ്ത്രങ്ങളോ കുറച്ച് അവരുടെ അങ്ങനെ എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കാണും. പക്ഷേ ഇതെല്ലാം ഇട്ടേച്ച് പോവുകയാണല്ലോ, അതെല്ലാം നശിക്കുവാണല്ലോ. അതെ,
എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ദുഃഖത്തോടെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ദൂതൻ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞെങ്കിലും അതങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ സാധിച്ചില്ല. ലോത്തിൻ്റെ പിൻപിൽ നിന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അതെ, ആ മോമെന്റിൽ തന്നെ ഉപ്പുതൂണായി പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് പുറകോട്ട് തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്നെ അവൾ ഉപ്പുതൂൺ അല്ലെങ്കിൽ പില്ലർ ഓഫ് സോൾട്ട് ആയിത്തീർന്നു. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. അങ്ങനെ ഓടിപ്പോയ യാത്രയിൽ ലോത്തിന് തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. അവൾ ഉപ്പുതൂണായിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴേ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നു. മാലാഖി പുസ്തകം 4:1 പറയുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതെ, ഇങ്ങനെ ഉള്ള വചനങ്ങൾ നിറവേറുന്ന ദിവസങ്ങൾ വരുമെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ആ വചനം പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. നാം കാണുന്നത് സൊദോമിൻ്റെയും ഗൊമോറയുടെയും മേലെ ആകാശത്ത് നിന്ന് അതെ തീയും ഗന്ധകവും അയച്ച് അതിനെ പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് കളയുന്നതായിട്ടാണ് കാണുന്നത്. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പറയുന്നതാണിതൊക്കെ. നാം എല്ലാവരും ഒരോട്ടക്കളത്തിലാണെന്ന് നാം മറന്നു പോകരുത്. സ്വർഗ കനാനിലേക്കുള്ള ഒരോട്ടമാണ്. തിരിഞ്ഞു നോക്കാതെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനേക്ക് നോക്കി ലാക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ വിരുദ്ധ പ്രാപിക്കാനായിട്ട് നാം ഓടാം. സാക്ഷികളുടെ സമൂഹവും വാഴ്ത്തപ്പെട്ട കർത്താവും നമ്മെ സ്വീകരിപ്പാന് കാത്തിരിക്കയാൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. അതെ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പുറകോട്ട് തിരിഞ്ഞു നോക്കി ലോത്തിൻ്റെ ഭാര്യയെ പോലെ ആകാതെ ലോത്തിൻ്റെ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ഒന്നാമത് നമ്മൾ കണ്ടു കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവാൻ. രണ്ടാമത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇനി നമ്മൾ മൂന്നാമത് കാണുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. നമുക്കെല്ലാം ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഓർക്കണം. രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തിയവരെ, അവരെ നമ്മൾ ഓർക്കണം. നിങ്ങൾക്കായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുവീൻ. കൃപയാൽ ദൈവം നമ്മളെ നടത്തുന്നു. നന്മയ്ക്ക് കാരണം ദൈവകൃപയും അല്ലെ, നമ്മുടെ എല്ലാ നന്മയ്ക്കും കാരണം ദൈവകൃപയും പ്രാർത്ഥനയുമാണ്. സൈന്യത്താലോ ബലത്താലോ അല്ല, കൃപയാലത്രേ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നടത്തിയവരെ ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പൂർവ്വകാലം ഓർക്കുക. നമുക്ക് വേണ്ടി ഉപവസിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്നവരുണ്ട്. അവരെയൊക്കെയും നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്, ഇടവിൽ നിന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതെ, നമ്മളെ ദൈവത്തിങ്കിലേക്ക് നടത്തിയവരെ, നമ്മെ പ്രാർത്ഥനയിൽ സഹായിച്ചവരെയൊക്കെയും നമുക്ക് ഓർക്കാം. നാലാമതായിട്ട്, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിലെ, പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. റിമെമ്പർ മൈ ചെയിൻസ്. ഹൗസ് അറസ്റ്റിലായിരുന്നല്ലോ. 3 മിഷണറി യാത്രകൾ നടത്തി, പല സഭകൾ സ്ഥാപിച്ചു, പലവട്ടം തടവിലായി. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ബന്ധനങ്ങളെ ഓർക്കുവീനെന്ന്. നമുക്കറിയാം, കാരാഗ്രഹത്തിലിരുന്ന 4 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 13:3 വീണ്ടും നമ്മൾ വായിക്കുകയാണ്, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നതിനാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ.
2 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു എന്ന് എന്നാ അവിടെ പറയുന്നത്. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാല് 1 കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. അതേ, പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ബന്ധനങ്ങളെ അഥവാ ചങ്ങലയെ ഓർത്തുകൊള്ളുവാന്. താന് ബന്ധനത്തിലാണല്ലോ. യേശുവിനെ ഓർക്കുക. മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് ഓർക്കാം. അവൻ പക്ഷേ രാജാധിരാജാവും കർത്താതി കർത്താവുമായി വീണ്ടും വരുന്നവനാണ്. ആ യേശുവിനെ നമുക്ക് ഓർക്കാം. റിമെമ്പർ ജീസസ്. രണ്ടാമതായിട്ട്, ലെറ്റ് us remember Lord's wife. Then let us remember people who led you to salvation. Remember your past. Remember my chains, or remember the chains of Apostle Paul. Remember everyone who is suffering for the sake of Christ or for the sake of gospel. നമുക്ക് അവരെയൊക്കെയും ഓർക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നാം വല്ലപ്പോഴുമൊക്കെ ഇതൊക്കെ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യണമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നിത്യനുമായ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ ആണ്ടിൻ്റെ ആദ്യത്തെ ബുധനാഴ്ച ഈ വൈകുന്നേരം ഈ നല്ല സമയത്ത് തിരുമേനി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ പല പ്രശ്നങ്ങൾ കൂടെ പ്രയാസങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയി. എങ്കിലും അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായിട്ട്, നടത്തിയ വിധങ്ങൾക്കായിട്ട് 1000 സ്തുതികൾ കരേറ്റുക കർത്താവേ. അപ്പോൾ ഈ പുതുവർഷം അങ്ങ് ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങയുടെ പൂർണ്ണമായി അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ വചനത്തിൽ കീഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ നന്മകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നുവെന്ന് ഞങ്ങളെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങളുടെ രോഗികളെയൊക്കെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രത്യേകമായിട്ട് ജോയിയെയും ആനിയെയും അരുണിനെയും ജിഷയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനർക്ക് ബലവും വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് കർത്താവെ അവിടുന്ന് സൗഖ്യവും കൊടുക്കണം. കർത്താവെ, അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും ബലവും അങ്ങ് ദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളോട് കരുണ ചെയ്യണമേ. വ്യക്തി ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ കർത്താവെ. അങ്ങയുടെ സമാധാനവും സന്തോഷവും കൊണ്ട് അവരെയൊക്കെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നിയോറമോൾക്ക് പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൊടുത്ത് എന്നെ അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സെൻറ്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളോടും കരുണ ചെയ്യണം, എല്ലാ കുഞ്ഞുങ്ങളോടും കരുണ ചെയ്യണം. ഓൺലൈൻ ലേണിങ്ങിലൊക്കെ കർത്താവെ, എഡ്യൂക്കേഷൻ്റെ ഒത്തിരി അൺസർട്ടനിറ്റി ഉണ്ട്. എക്സാം എന്നായിരിക്കും, എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓൺലൈൻ ലേണിങ്ങിലൊക്കെ ആയിരിക്കുന്നവരോടൊക്കെ കൂടെ അവിടുത്തെ കൃപയും സമാധാനവും കാവലും ഇരിക്കണേ. അപ്പോൾ ആ ദൂരതയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലായിരിക്കുന്നവരെയൊക്കെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ അവിടുത്തെ നാമം ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളിൽ കൂടി മഹത്വം എടുക്കാൻ ഇടയാക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും യാതനകൾക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവമാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ബലഹീനയായ അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു.
അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ഞങ്ങളുടെ സകല കാര്യങ്ങളും തീർക്കണം. എത്രയും താഴ്മയും വിനയമായി അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്നുവെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഇങ്ങനെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരോടും വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.